എല്ലാവർക്കും നമസ്കാരം. ചെറി ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ശ്രമിച്ചാൽ മുന്തിരിയും കായ്ക്കും. ഇത് മുന്തിരിക്ക് പേര് കേട്ട കമ്പം തേനിയിലെ മുന്തിരിപ്പാടമാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ പോയി ഈ കാഴ്ചകൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ വീഡിയോ ഇടുന്നത്. കമ്പം തേനിയിൽ മാത്രമൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും പല സ്ഥലത്തും മുന്തിരി നന്നായി കായ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചെറിയ മുന്തിരി ചെടിയിലെ ചെറിയ മുന്തിരി കുലകളാണ്. 3 വർഷമായി ഇതിങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്നു. പച്ച കളറുള്ള മുന്തിരിയാണ് കൂടുതലെങ്കിലും പഴുത്ത് കഴിയുമ്പോൾ ബ്രൗൺ നിറത്തിലേക്ക് ചിലതൊക്കെ മാറുന്നുണ്ട്. പക്ഷികൾ വന്ന് എല്ലാം കൊത്തിക്കൊണ്ടു പോകുന്നത് കൊണ്ടാണ് കുറച്ചെണ്ണം കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. കായ പിടിച്ച ശേഷം കാര്യമായി കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. വലിയ മധുരമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ മുന്തിരിക്ക്. വേനൽക്കാലത്തുണ്ടാകുമ്പോൾ മധുരമുള്ള മുന്തിരി ഉണ്ടാകാറുണ്ട്. നന്നായി പഴുത്താൽ കുറച്ച് മധുരമൊക്കെയുണ്ട്. പക്ഷേ ഇങ്ങനെ നിറഞ്ഞു കുലച്ച് വീട്ടുമുറ്റത്ത് മുന്തിരി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നല്ല പന്തലൊക്കെ കെട്ടിക്കൊടുത്താൽ മുന്തിരി നന്നായി പടർന്നു കയറി വെയിൽ കൊണ്ട് നന്നായി കായ്ക്കും. നമ്മൾ നല്ല പന്തലൊന്നും ചെയ്തിട്ടില്ല. മാർച്ച്, ജനുവരി, ഫെബ്രുവരി മാസത്തിലൊക്കെ പൂവിട്ട് ജൂൺ ജൂലൈ ആകുന്നതോടുകൂടി ഒരു സീസൺ കഴിയും. പിന്നെ ഒക്ടോബർ നവംബർ ആകുമ്പോൾ വീണ്ടും പൂത്ത് കായ പിടിക്കും. നിറയെ കായ പിടിക്കുമ്പോൾ തന്നെ കായ കൊഴിയാതിരിക്കാനുള്ള മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചു കൊടുത്താൽ നല്ലതാണ്. മാവിനും പ്ലാവിനും എല്ലാം പൂമെല്ലെ കായകളായി മാറുന്നു. നമ്മുടെ മുന്തിരി തുടർച്ചയായി കായ്ക്കുന്നത് കണ്ട് കുറച്ച് സുഹൃത്തുക്കൾ തൈ ചോദിച്ചിരുന്നു. കമ്പ് പിടിപ്പിക്കണം എന്ന് വിചാരിച്ച് സമയം കിട്ടാത്തത് കൊണ്ട് ആവശ്യപ്പെട്ടവർക്കെല്ലാം കമ്പം തേനിയിൽ പോയപ്പോൾ തന്നെ തൈകൾ എത്തിച്ചു കൊടുത്തു. അവരുടെ തൈകളും നന്നായി വളരുന്നുണ്ട്. ഇത്തിരി മുറ്റമൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു മുന്തിരി ചെടിയൊക്കെ വെക്കാനാണ് ഞങ്ങൾ പറയുക. അത് കായ്ച്ചു കിടക്കുന്ന കാഴ്ച തന്നെ വേറെ ലെവലാണ്. അപ്പോൾ ഫാമിലെ മറ്റൊരു പഴവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ബൈ.